ഹായ് യോൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളപ്പോ എൻതാൽപ്പി എന്താണെന്നാണ് പഠിച്ചത്. എൻതാൽപ്പിക്കുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തിയത്. ഇനി ഈ എൻതാൽപ്പി എന്ന പോർഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഈ എൻതാൽപ്പി എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത് നമ്മുടെ IIT JAM 2018, അതായത് തെർമോഡൈനാമിക്സ് എന്ന ആ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു വർഷമാണ് 2018 എന്ന് പറയുന്നത്. ആ വർഷത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് തെർമോഡൈനാമിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതിലെ ഒരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്ഷൻസ് തരാതെ ന്യൂമറിക്കൽ ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, സ്ക്രീനിൽ കൊടുക്കാന്നിട്ട്. കൺസിഡർ ദ റിയാക്ഷൻ CO gas, carbon monoxide gas plus half O2 gas gives CO2 gas. Consider this reaction. The value of delta U for the reaction at 300 Kelvin is minus 281.8 കിലോജൂൾ പെർ മോൾ. എന്താണ് വാല്യൂ ഓഫ് ഡെൽറ്റ യു? എത്രയാണ് തന്നിരിക്കുന്നത്? -281.8 കിലോജൂൾ പെർ മോൾ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ തന്നിരിക്കുന്നതിന്റെ യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ ശ്രദ്ധിച്ചു വെക്കണം. യൂണിറ്റ് കൺവേർഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ് എന്നും തന്നിട്ടുണ്ട്. തന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എഴുതി നോക്കാം. ഏതൊക്കെ വാല്യൂസ് ആണ് ആവശ്യം വരുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, the value of delta H at same temperature is dash kilojoule per mole. അതാണ് ക്വസ്റ്റ്യൻ. അതായത് വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ ഇൻ കിലോജൂൾ പെർ മോൾ. ഓക്കെ, ഓപ്ഷൻസ് ഒന്നുമില്ല. ഇത് NAT ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതിന്റെ ബ്രാക്കറ്റിനകത്ത് ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് റൗണ്ടഡ് അപ് ടു ദി ഫസ്റ്റ് ഡെസിമൽ പ്ലേസ്. അതായത് ഫസ്റ്റ് ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്ത് വെക്കണം. അതായത് ഒരുപാട് ഡെസിമൽ ഉണ്ട്. ഇപ്പൊ 3.333 എന്നുണ്ടെങ്കിൽ ആ ഫുള്ള് 3 നമ്മൾ എഴുതണ്ട, അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഡെസിമലിലേക്ക് റൗണ്ട് ചെയ്ത് എഴുതുക. ഓക്കെ, സോ നമുക്കിപ്പോ ഡെൽറ്റ എച്ച് കാണണം. ഇനി നമുക്ക് ചെയ്തുകൂടെ? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ? എന്താണ് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്രഷർ ഒന്നും തന്നിട്ടില്ല. പിന്നെ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത് ഏതാണ്? ഡെൽറ്റ എച്ച് കാണാനുള്ള വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NG RT. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ, ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡെൽറ്റ യു തന്നിട്ടുണ്ട്, ഡെൽറ്റ NG നമുക്ക് കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ ഉണ്ട്. ആറിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണല്ലേ. ആറിന്റെ വാല്യൂ എത്ര? R = 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ജൂളിലാണ് ഉള്ളത്. ഡെൽറ്റ യു തന്നിരിക്കുന്നത് കിലോ ജൂളിലാണ്. ഓക്കെ, ഇവിടെ ജൂളിലാണ് ഉള്ളത്, ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഒന്നുകിൽ കിലോ ജൂളിൽ ഉള്ളതിനെ ജൂളിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് -281.8 ഇൻറ്റു എന്താക്കണം? ജൂളിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണേ? ഇൻറ്റു 10⁻³ ജൂൾ പെർ മോൾ ആവും അല്ലെ. കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റുമ്പോ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഡെൽറ്റ NG എത്രയാണ്? ഇവിടെ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് എത്രയുള്ളത്? 1 അല്ലെ. ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉള്ളത്. പിന്നെ റിയാക്ടന്റ് നോക്കൂ, ഇവിടെ രണ്ടും ഗ്യാസ് തന്നെയാണ്. ഇപ്പൊ രണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് 1 മോൾ ഉണ്ട്, ഇത് ഹാഫ് മോൾ ഉണ്ട്. അതായത് 1 + ഹാഫ് എത്രയാണ്? 3/2. 3/2 മോൾസ് ഓഫ് റിയാക്ടൻസ് ഉണ്ട്. മനസ്സിലായില്ലേ എങ്ങനെയാ 3/2 എന്ന് വന്നത്? ഇവിടെ 1 മോൾ പ്രൊഡക്റ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് 1 മൈനസ് ഇവിടെ 1 മോൾ റിയാക്ടന്റും ഇവിടെ ഹാഫ് മോൾ റിയാക്ടന്റ് രണ്ടെണ്ണം ഉണ്ട്. അതായത് 1 മോൾ CO-വും ഹാഫ് മോൾ O2-വും ഉണ്ട്. 1 + ഹാഫ് 3/2. അങ്ങനെയാണ് 3/2 വന്നത്. ഓക്കെ, സോ 1 - 3/2 ഇൻറ്റു R ഇൻറ്റു T. R എത്രയാണ്? 8.314 ഇൻറ്റു ടെമ്പറേച്ചർ 300 Kelvin.
ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോ -281.8 into 10⁻³ പ്ലസ് 1 - 3/2 എത്രയാണ്? -1/2 into 8.314 into 300. Okay, next -281.8 into 10⁻³ minus ഈ 1/2 2 ഈ 300 നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ഇതിന്റെ 150 ആവില്ലേ? ഓക്കെ, -8.314 into 150 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ആൻസർ മാത്രം ഞാൻ ഇവിടെ എഴുതാം ഇപ്പോ. ഓക്കെ ഓക്കെ, ഇതിന്റെ ബാക്കി ഇവിടെയാണ് എഴുതുന്നത്. ആൻസർ നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി -283.04 kJ/mol ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ചെയ്തിരിക്കുന്ന ആൻസർ നമുക്ക് ജൂളിലാണ് കിട്ടുക. അത് നമ്മൾ കിലോ ജൂളിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ തന്നിരിക്കുന്ന ആൻസറിന് നമുക്ക് ചിലപ്പോ കിട്ടൽ ഇങ്ങനെയായിരിക്കും, -280 ഓൾമോസ്റ്റ് ഇത്രയും ജൂൾ/മോൾ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇത് നമ്മള് കിലോ ജൂളിലേക്ക് എങ്ങനെ മാറ്റുക? ഓൾമോസ്റ്റ് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും, കിലോ ജൂൾ/മോളിലേക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ജൂൾ/മോളിലാണ് കിട്ടുക. ഓക്കെ, അതിനെ നമ്മൾ കിലോ ജൂളിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കിലോ ജൂളിലേക്ക് മാറ്റണം. എന്തുകൊണ്ട്? ഇവിടെ കിലോ ജൂളിലാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് ഡാഷ് ഇട്ടിട്ട് കിലോ ജൂൾ/മോൾ എന്നുണ്ട്. അപ്പൊ ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ഈ വാല്യൂസ്, അതായത് വാല്യൂസിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. യൂണിറ്റ് മാറ്റുമ്പോൾ നമ്മളിപ്പോ ഇവിടെ ജൂളിലേക്ക് മാറ്റിയിട്ട് കംപ്ലീറ്റ് ആൻസർ ജൂളിലാണ് നമുക്ക് കിട്ടുക. ഈ ജൂളിൽ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് കിലോ ജൂളിലേക്ക് മാറ്റണം, എന്നാലേ നമ്മുടെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. അതുപോലെ ക്വസ്റ്റ്യനകത്ത് റൗണ്ട് ഓഫ് ടു ഫസ്റ്റ് ഡെസിമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡെസിമലിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 283.04 എന്നില്ലേ വേണമെങ്കിൽ നമുക്ക് 283.0 അവിടെ നിർത്താം. ഓക്കെ, അപ്പൊ ഒരു റേഞ്ച് തന്നിട്ടുണ്ടാവും. ആ ഒരു റേഞ്ചിനകത്ത് നമ്മുടെ ആൻസർ വന്നു കഴിഞ്ഞാലാണ് കറക്റ്റ് ആവുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ആൻസർ. ഇത് ചെയ്യാനായിരിക്കും പ്രശ്നമില്ലല്ലോ, കാരണം ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിനെ നമ്മൾ ജൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഡെൽറ്റ ജൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ ജൂളിലാണ് കിട്ടുക. ജൂളിൽ കിട്ടുന്ന ആൻസറിന് നമ്മൾ കിലോ ജൂളിലേക്ക് മാറ്റണം. ഓക്കെ, ഈ ചെയ്തിരിക്കുന്ന വഴി ഞാൻ എന്ത് ചെയ്തിട്ടില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് IIT 2014 ചോദിച്ചിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ സ്ക്രീനിൽ കൊടുക്കാം. 2 moles ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്, എന്താണ് തന്നിരിക്കുന്നത്? n = 2 mol എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഈസ് എക്സ്പാൻഡഡ് ഐസോതെർമലി ആൻഡ് റിവേഴ്സിബിളി. എന്താണ്? ഐസോതെർമലും ആണ്, റിവേഴ്സിബിളും ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനത്തെ ടേം വരുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ചതൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഐസോതെർമൽ, റിവേഴ്സിബിൾ. ഓക്കെ, ഫ്രം 1 liter to 10 liter എന്താണ് എക്സ്പാൻഡ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ വോളിയം 1 ലിറ്ററിൽ നിന്ന് വോളിയം V2 10 liter ആയിട്ട് മാറി. അറ്റ് ടെമ്പറേച്ചർ 300 Kelvin. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? The enthalpy change in kilojoule for the process is, enthalpy change delta H in kilojoule ആണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതായത് A 11.4 kilojoule, B -11.4 kilojoule, C 0 kilojoule, D 4.8 kilojoule. ഓക്കെ, ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെൽറ്റ H കാണേണ്ടത്. ഡെൽറ്റ H കാണാൻ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാ? ആദ്യം നമ്മൾ പഠിച്ച ഇക്വേഷൻ ഡെൽറ്റ H = ഡെൽറ്റ U + W. പിന്നെ പഠിച്ചത് ഏതാണ്? ഡെൽറ്റ H = ഡെൽറ്റ U + P ഡെൽറ്റ V. എന്തുകൊണ്ടാണ്? ഈ W നമ്മൾ P ഡെൽറ്റ V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ. പിന്നെ പഠിച്ചത് ഡെൽറ്റ H = ഡെൽറ്റ U + ഡെൽറ്റ NGRT. 3 പഠിച്ചിട്ടുണ്ട്. അതിൽ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടാണ് ചോദ്യമെങ്കിൽ നമ്മൾ ഇത് എഴുതും അല്ലെ. ഡെൽറ്റ NGRT എഴുതും. ഇപ്പൊ C+O2 gives എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചോദ്യമെങ്കിൽ നമ്മൾ ഇത് എഴുതും. അപ്പൊ അങ്ങനെയല്ല ചോദ്യം. അപ്പൊ നമുക്ക് ഇത് വേണം.
പിന്നെ പ്രഷറോ വോളിയം ചേഞ്ചോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. ഇവിടെ വോളിയം ചേഞ്ച് ഒക്കെ ഉണ്ട്, പക്ഷെ പ്രഷർ തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കട്ട് ചെയ്യാം. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നോക്കാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റുമോ നോക്കാം. ഇപ്പൊ ഡെൽറ്റ എച്ച് ആണ് കാണേണ്ടത്. ഡെൽറ്റ യു എത്രയായിരിക്കും? ഡെൽറ്റ യു തന്നിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യനകത്തൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ഐസോതെർമൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഐസോതെർമൽ എവിടെ കേട്ടാലും ടെമ്പറേച്ചർ ചേഞ്ച് 0 ആണ്, അതുപോലെ ഡെൽറ്റ യു 0 ആണ്. ഓക്കെ, അത് മറക്കാൻ പാടില്ല. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു 0 ബ്രാക്കറ്റിന് ഐസോതെർമലിന് എഴുതി വെച്ചോ, പിന്നീട് കാണുമ്പോൾ മറക്കണ്ട. ഓക്കെ, ഐസോതെർമൽ. ഓക്കെ, അപ്പൊ ഇത് 0 ആയി പ്ലസ് ഡബ്ല്യു. പിന്നെ എന്ത് കിട്ടി? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡബ്ല്യു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഈ കേസിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡബ്ല്യു തന്നെയാണ്. അപ്പൊ ഡബ്ല്യു കണ്ടു കഴിഞ്ഞാൽ, അതായത് വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താൽപി ചേഞ്ച് കിട്ടും. അപ്പൊ വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താൽപി ചേഞ്ച് കിട്ടും. അപ്പൊ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വർക്ക് തന്നെയാണ്. വർക്ക് എങ്ങനെയാ കാണുക? വർക്കിന്റെ ഇക്വേഷൻ ഏതാണ്? നമ്മൾ വർക്ക് പഠിച്ചില്ലേ? ഐസോതെർമൽ റിവേഴ്സിബിളിന് ഏത് ഇക്വേഷനാണ് പഠിച്ചത്? നമ്മൾ 3 കേസ് പഠിച്ചിട്ടുണ്ട്. ഐസോതെർമൽ ഇറിവേഴ്സിബിൾ, ഐസോതെർമൽ റിവേഴ്സിബിൾ, ഫ്രീ എക്സ്പാൻഷൻ. 3 കേസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഐസോതെർമൽ റിവേഴ്സിബിളിന്റെ നമ്മൾ എന്താ പഠിച്ചത്? എക്സ്പാൻഷന്റെ കേസിൽ -2.303 ഓർമ്മയില്ലേ? NRT log V2/V1 ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഐസോതെർമൽ റിവേഴ്സിബിൾ എന്ന് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ടാണ് വർക്കിന് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തത്. അപ്പൊ നിങ്ങൾ തെർമോഡൈനാമിക്സിന്റെ കേസിൽ മുന്നേ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു ഇതൊക്കെയും ആ ഒരു ഇക്വേഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വർക്ക് എന്താണ്? നമുക്ക് കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? -2.303 N എത്രയാ? 2 മോൾ. R എത്രയാ? 8.314 ജൂൾ അല്ലെ. ടെമ്പറേച്ചർ 300 കെൽവിൻ. ലോഗ് V2/V1. V2 എന്ന് പറഞ്ഞാൽ 10/1. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കാം. -2.303 × 2 × 8.314 കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ 300 × ലോഗ് 10. ലോഗ് 10 എത്രയാണ്? 1 ആണ് അല്ലെ. ലോഗ് 10 എന്ന് പറയുന്നത് 1 ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോളൂ. ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ആൻസർ എത്ര കിട്ടും? ഇത്രയും ജൂള് കിട്ടും. ഓക്കെ, ഇത്രയും ജൂളാണ് ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കാൽക്കുലേറ്ററിൽ. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യണ്ടല്ലോ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഇത്രയും ജൂള് കിട്ടി. ക്വസ്റ്റ്യൻ കിലോ ജൂളിലാണ്. ഒക്കെ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ കിലോ ജൂളിലാണ്. അപ്പൊ ഇതിനെ കിലോ ജൂളിലേക്ക് മാറ്റി -11.488 കിലോ ജൂൾ കിട്ടും. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി -11.4 കിലോ ജൂൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ജൂളിലാണ് ആൻസർ വരുന്നതെങ്കിൽ അപ്പൊ തന്നെ അതിനെ കിലോ ജൂളിലേക്ക് മാറ്റണം. നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ? ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു ഉത്തരവില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും അതിനെ കിലോ ജൂളിലേക്ക് മാറ്റിയാൽ മതി എന്നുള്ളത്. ഓക്കെ, അപ്പൊ കിലോ ജൂളിലേക്ക് എങ്ങനെയാ മാറ്റുന്നത്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് വരും. -11.488 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. IIT 2002 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് മുന്നേ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കൊടുക്കാം. 1 mole ഓഫ് എ നോൺ ഐഡിയൽ ഗ്യാസ് undergoes a change of state. ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് 2 atm പിന്നെ 3 ലിറ്റർ 95 കെൽവിനിൽ നിന്ന് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എങ്ങോട്ടേക്ക്? 4 atm 5 ലിറ്റർ 245 കെൽവിൻ. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വിത്ത് എ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈക്വൽ ടു തന്നിട്ടുണ്ട് 30 ലിറ്റർ ATMലാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് അത് ചോദിച്ചിരിക്കുന്നത് ദ ചേഞ്ച് ഇൻ എൻതാൽപി ഡെൽറ്റ എച്ച് ഓഫ് ദ പ്രോസസ് ഇൻ ലിറ്റർ ATM ഈസ്. അതായത് ഡെൽറ്റ എച്ച് ഇൻ ലിറ്റർ ATM ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ യൂണിറ്റിലൊന്നും ചേഞ്ച് ഒന്നുമില്ല അല്ലെ. ലിറ്റർ ATM തന്നെയാണ്. ഡെൽറ്റ എച്ച് ചോദിച്ചിരിക്കുന്നത് ലിറ്റർ ATM തന്നെയാണ്. പിന്നെ ഓപ്ഷൻസ് ഉണ്ട് A40,
B 42.3, C 44, D not defined because of the pressure is not constant. Pressure constant അല്ലാത്തത് കൊണ്ട് നോട്ട് ഡിഫൈൻഡ് എന്നാണ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോ ഡെൽറ്റ എച്ചിനാണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഏതാ? നമുക്ക് തന്നിരിക്കുന്നതില് വോളിയം ഉണ്ട്, പ്രഷർ ഉണ്ട്, ഡെൽറ്റ യു ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എഴുതാൻ പോകുന്ന ഇക്വേഷൻ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ് അല്ലെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ? വോളിയം ഇപ്പം V1 എന്ന് പറയുന്നത് 3 ലിറ്റർ ആണ് അല്ലെ, ശ്രദ്ധിക്കാം. V2 എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. ഓക്കെ, പക്ഷെ പ്രഷർ ഇവിടെ ഒരു പി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഡെൽറ്റ പി എന്നില്ല. ഓക്കെ, ഡെൽറ്റ പി എന്നില്ല ഈ ഇക്വേഷനിൽ ഉള്ളത്. ഈ ഇക്വേഷനിൽ എന്താ ഉള്ളത്? പി എന്ന് മാത്രം, അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം, എന്നാലും ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് അല്ല, ഇവിടെ 2 ATM ഉം ഇവിടെ 4 ATM ആണ് ഉള്ളത്. അതായത് P1 എന്ന് പറയുന്നത് 2 ATM ഉം P2 എന്ന് പറയുന്നത് 4 ATM ഉം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് എച്ച് നമ്മൾ ഈ ചേഞ്ച് ഒഴിവാക്കുവാണ്. ഈ ചേഞ്ച് ഇല്ല നമ്മൾ ഈ ഇക്വേഷൻ ഇതാണ്. അതായത് എൻതാൽപ്പി ചേഞ്ച് അല്ല, എൻതാൽപ്പി മാത്രമേ ഉള്ളൂ, എൻതാൽപ്പി ചേഞ്ച് ഇല്ല. H ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ H1 എന്ന് എന്ത് എഴുതാം? U1 P1 P1. ഇനി H2 നമുക്ക് എന്ത് എഴുതാം? U2 പ്ലസ് P2 V2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? H2 മൈനസ് H1 ആണ് അല്ലേ. അത് എന്താണ്? H2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ H1, സെക്കൻഡ് ഇക്വേഷൻ H2. അപ്പൊ നമുക്ക് 2 മൈനസ് 1 ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? U2 മൈനസ് U1, U2 മൈനസ് U1 പ്ലസ് P2 V2 മൈനസ് P1 V1 കിട്ടൂലേ? ശരിക്കും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്താണ് നമ്മൾ ചെയ്തത്? ഒന്നും ചെയ്തില്ല. നമ്മൾ ഈ എൻതാൽപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ എടുക്കാതെ വെറും എൻതാൽപ്പിന്റെ ഇക്വേഷൻ എടുത്തു. നമുക്ക് ഇങ്ങനെ എഴുതാം, എൻതാൽപ്പിക്ക് ഇക്വേഷൻ എഴുതാം ഈ ചേഞ്ച് ഒഴിവാക്കിയിട്ട്. അപ്പൊ H1 ഈക്വൽ ടു U1 പ്ലസ് P1 V1 എന്ന് എഴുതി, എല്ലാത്തിനും 1 ഇട്ട് കൊടുത്തു. പിന്നെ H2ക്ക് U2 P2 V2 കിട്ടും. അപ്പൊ 2 മൈനസ് 1 നമ്മൾ ചെയ്തു. അപ്പൊ H2 മൈനസ് H1 കിട്ടും നമുക്ക് LHSൽ. H2 മൈനസ് H1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എച്ച് തന്നെയാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഡെൽറ്റ എച്ച് തന്നെയാണ്. അപ്പൊ ഡെൽറ്റ എച്ച് ഈക്വൽ ടു, അതായത് H2 മൈനസ് H1, അതായത് ഈ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. U2 മൈനസ് U1 ചെയ്തു, P2 V2 മൈനസ് P1 V1 കിട്ടും. ഓക്കെ അല്ലേ? ഇനി U2 മൈനസ് U1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ യു അല്ലേ. U2 മൈനസ് U1 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താൽപ്പി ചേഞ്ച്, മീൻസ് ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് അല്ലെ. ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. അപ്പൊ ഡെൽറ്റ യു ആണ് പ്ലസ് P2 V2 മൈനസ് P1 V1 അല്ലേ. ക്ലിയർ അല്ലേ? അപ്പൊ ഡെൽറ്റ യു എത്രയാ തന്നിട്ടിരിക്കുന്നത്? 30 ലിറ്റർ ATM ആണ്. പ്ലസ് P2 V2 എത്രയാ? 4 ATM. V2 എത്രയാ? 5 ലിറ്റർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മൈനസ് P1 2 ATM, V1 3 ലിറ്റർ ക്വസ്റ്റ്യനകത്ത് എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തോളൂ. 30 പ്ലസ് 20 മൈനസ് 6, 30 പ്ലസ് 14 which is equal to 44 ലിറ്റർ ATM. അതാണ് എന്ത്? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് 44 ലിറ്റർ ATM ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇപ്പൊ ഇതെങ്ങനെ ചെയ്തത് മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ എവിടെയും കൺഫ്യൂഷൻസ് വരരുത്. നമ്മൾ ഈ ഇക്വേഷനെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്? കാരണം 2 പ്രഷർ തന്നിട്ടുണ്ട്, P1 P2 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തത്. അല്ലാതെ ആ 2 ATM പ്രഷർ എന്ന് മാത്രം തോന്നി വെക്കുക. ഒറ്റൊരു പ്രഷർ തന്നിട്ടുള്ളൂ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. എങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുമായിരുന്നു, ഇത് ഉപയോഗിക്കുമായിരുന്നു. പ്രഷർ ഒറ്റൊരു പ്രഷറേ തന്നിട്ടുള്ളൂ എങ്കിൽ. പക്ഷെ ഇവിടെ 2 പ്രഷർ തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വന്നത്. പക്ഷെ നമുക്ക് കാൽക്കുലേറ്റർ വരെ ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരുന്നു അല്ലെ. ഈസി ആണല്ലേ. സോ ഈ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ചിലവർക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഉണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നീട് ചോദിച്ചാൽ മതി. എന്താണ് ഡൗട്ട് ആയിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുന്നത് നിർത്തിയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇനി എന്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാം, ഈ എൻതാൽപ്പി എന്ന പോർഷനിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റ് കപ്പാസിറ്റി ആണ്.
ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ വേറൊരു ടേം ഉണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, പിന്നെ ഒരു ടേം ഉണ്ട് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അല്ലെ. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പൊതുവെ സി എന്ന് ഡിനോട്ട് ചെയ്യും. ഹീറ്റ് കപ്പാസിറ്റിക്ക് സി എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സി ഹീറ്റ് കപ്പാസിറ്റി സി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of a substance through 1 degree Celsius. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പണ്ടേ പഠിക്കുന്ന കാര്യം. എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 1 ഗ്രാം ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് 1 ഗ്രാം ഓഫ് സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഇനി 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്? ഹീറ്റ് കപ്പാസിറ്റി. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റ് ആണ് ഹീറ്റ് കപ്പാസിറ്റി. ഒരു ഗ്രാം സബ്സ്റ്റൻസിന്റെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനാണെങ്കിൽ അതിന് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കും. ഇനി ഒരു മോൾ സബ്സ്റ്റൻസിന്റെ ഉയർത്താനാണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെ നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ചേഞ്ച് ആണെന്ന് മനസ്സിലായി അല്ലെ. ഇപ്പൊ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി നമ്മളിപ്പോ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ഇപ്പൊ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ. ടെമ്പറേച്ചർ ചേഞ്ച് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈക്വൽ ടു എന്താണ്? ഈക്വൽ സൈൻ ഇടുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമ്മൾ എഴുതൂലേ? ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി സി എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ഇടുമ്പോൾ സി ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു എന്തായിരിക്കും? അതായത് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഒരു ഇക്വേഷൻ വേണ്ടേ, നമുക്ക് പഠിക്കണ്ടേ? അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും? ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലെ. ഈ സി അവിടെ വെച്ചിട്ട് ഡെൽറ്റ ടി ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ ഫോർ സ്മോൾ ചേഞ്ചസ് നമുക്ക് എന്ത് എഴുതാം? ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതാം. സോ ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. പഠിച്ചില്ലേ? ഓക്കെ, ഡി ക്യൂ ബൈ ഡി ടി ആണ് ഹീറ്റ് കപ്പാസിറ്റി. എന്തുകൊണ്ടാണ് ഡി ക്യൂ ഇട്ടത്? ഫോർ സ്മോൾ ചേഞ്ചസ്. നമ്മൾ തെർമോഡൈനാമിക്സ് നടത്തുന്നൊക്കെ സ്മോൾ ചേഞ്ചസ് ആയിരിക്കില്ലേ. അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടി എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് ക്യൂ ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു ആണ്. ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു ആണ് ക്യൂ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഫോർ എക്സ്പാൻഷന്റെ കേസിൽ ഡബ്ല്യു എന്തായിരിക്കും? ഇതൊരു ഡെറിവേഷൻ പോലെ ഉണ്ടാവും. അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. ഡെൽറ്റ യു ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു പഠിച്ചു. അപ്പൊ അതിൽ ക്യൂ ആണ് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു. അപ്പൊ ഇൻ കേസ് ഓഫ് എക്സ്പാൻഷന്റെ കേസിൽ ഡബ്ല്യു എന്തായിരിക്കും? മൈനസ് പി ഡി വി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മൈനസ് സൈൻ ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മൈനസ് പി ഡി വി ആണ്. അപ്പൊ ഈ മൈനസ് പി ഡി വി അങ്ങനെ ഈ ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ കിട്ടും ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് കിട്ടും. എന്തുകൊണ്ട് കിട്ടി? കാരണം മൈനസ് ഓഫ് മൈനസ് പി ഡി വി, ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ ഈ മൈനസ് പി ഡി വിയും കൂടി പോയി. അപ്പോഴാണ് അത് പ്ലസ് പി ഡി വി ആയിട്ട് മാറിയത്. കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡി വി കിട്ടി. ഇനി എന്ത് വേണം? ക്യൂ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി ക്യൂ ബൈ ഡി ടി ആയിരുന്നു അല്ലെ. നമ്മളിത് പറഞ്ഞു കണ്ടോ, ഇവിടെ പറഞ്ഞില്ലേ. അപ്പൊ അതൊന്ന് ഇവിടെ കൊടുത്തു നോക്ക്. ആ ക്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഡി ഓഫ്
ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡി ടി എന്ന് കിട്ടൂലേ? അതായത് ക്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് അവിടെ എവിടെയെങ്കിലും എഴുതിക്കും. ഇപ്പൊ 1 ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാല് ഇതിന് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാല് 1 ഇൻ സ്റ്റാറിൽ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഡെറിവേഷന്റെ ആവശ്യമില്ല. എങ്ങനെ വന്നെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഡെറിവേഷന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ? ഡി യു ബൈ ഡി ടി എന്ന് കിട്ടും ഇവിടെ, പ്ലസ് പി ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. ഓക്കെ, അപ്പൊ സി കിട്ടിയില്ലേ? ഇങ്ങനെ നമുക്ക് സിന്റെ വാല്യൂ കിട്ടി. ഇനി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡി വി എന്തായിരിക്കും? 0 ആയിരിക്കും, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് വോളിയം സി വി എന്ന് നമുക്ക് പറയാം. കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റിയെ സി വി എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? കോൺസ്റ്റന്റ് വോളിയത്തിൽ ഡി വി 0 ആയി. അപ്പൊ ഈ ടേം അങ്ങനെ എന്തായി? 0 ആയി. അപ്പൊ നമുക്ക് കിട്ടും ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് കിട്ടി. അതായത് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡി യു ബൈ ഡി ടി. അതിന് നമുക്ക് പാർഷ്യൽ ഡെറിവേഷനിലായിരിക്കും ചിലപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യനിൽ കാണുക. പാർഷ്യൽ ഡെറിവേഷൻ എന്താ? ഡോ യു അല്ലെ? ഡോ യു ബൈ ഡോ ടി എന്നും കാണാം. രണ്ട് സെയിം തന്നെയാണ് കേട്ടാ. ഡി യു ബൈ ഡി ടി പോലെ തന്നെയാണ് ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കുക, അതൊന്ന് ബോക്സിലാക്കി വെക്കുക. ഈ ഒരു കേസ് മാത്രം മതി. ഓക്കെ, ഇതോ എന്തെങ്കിലും ഒരെണ്ണം എഴുതി വെക്കുക. ഡെറിവേഷൻസ് വേണമെന്നില്ല. പിന്നെ ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. ഇപ്പൊ ബോക്സിൽ ഇട്ടേക്ക് 2 കാര്യങ്ങളൊന്നും എഴുതി വെച്ചാൽ മതി, ബാക്കി വേണമെന്നില്ല. പക്ഷെ ഡെറിവേഷൻ മനസ്സിലാവാൻ പറഞ്ഞു അന്ന് ഇപ്പൊ എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ക്യൂ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡെൽറ്റ ടി ആണ്. ഓക്കെ, അപ്പൊ ക്യൂ എന്ന് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിച്ചു. അപ്പൊ റീഅറേഞ്ച് ചെയ്തപ്പോൾ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. ഫോർ സ്മോൾ ചേഞ്ചസിന് ഡി ക്യൂ ബൈ ഡി ടി എന്ന് നമ്മൾ എഴുതി. നെക്സ്റ്റ് സി ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി കിട്ടി. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റിക്ക് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറഞ്ഞതുപോലെ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് നമ്മൾ എഴുതി. അപ്പൊ അതിനകത്ത് ക്യൂ ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു ആണ്. ഇവിടെ വരെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പൊ ഫോർ എക്സ്പാൻഷന്റെ കേസിൽ ഡബ്ല്യു എന്താണ്? മൈനസ് പി ഡി വി ആണ്. നമുക്കറിയാം എക്സ്പാൻഷൻ എപ്പോഴും നെഗറ്റീവ് ഇടണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ മൈനസ് പി ഡി വി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡി വി എന്ന് കിട്ടി. ഇനി ഈ ക്യൂവിന്റെ വാല്യൂ നമ്മൾ ഈ സിന്റെ വാല്യൂയിലേക്ക്, അതായത് ഈ സിന്റെ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ക്യൂവിന്റെ വാല്യൂ അതായത് ഡെൽറ്റ യു പ്ലസ് പി ഡി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോ ഡി യു ബൈ ഡി ടി പ്ലസ് പി ഡി വി ബൈ ഡി ടി കിട്ടി. അപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസിൽ നമ്മൾ സി വി എന്ന് എഴുതും. അപ്പൊ വോളിയത്തിന്റെ കേസിൽ ഡി വി, കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസിൽ ഡി വി 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി മാറി. അതുകൊണ്ടാണ് ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഈ ബ്രാക്കറ്റിനകത്ത് താഴെ ഈ വോളിയം എഴുതുന്നതിന്റെ അർത്ഥം എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമുക്ക് കിട്ടി. അപ്പൊ ഞാൻ ഈ ഒരു സൈഡ് വായിച്ചിട്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി പറഞ്ഞുതരാൻ പോവാണ്. ഓക്കെ, അപ്പൊ നേരത്തെ എഴുതിയെടുക്കണം എന്നുള്ളവർ അപ്പൊ പോസ്റ്റ് ചെയ്തിട്ട് അന്നേരം എഴുതിയെടുത്താൽ മതി. സോ ഇനി കോൺസ്റ്റന്റ് പ്രഷറിൽ എന്തായിരിക്കും എന്നാല് സെയിം ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനിലാണ് നമ്മളിപ്പോ എന്ത് കൊടുത്തിട്ടുള്ളത്? കോൺസ്റ്റന്റ് വോളിയം കൊടുത്തിട്ട് ഇത് കണ്ടത്. ഇതേ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് പ്രഷർ സി പി എന്ന് എഴുതും. അപ്പോ കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, അപ്പൊ ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇവിടെ ഒന്നും 0 ആവില്ല, കാരണം കോൺസ്റ്റന്റ് പ്രഷറിൽ ഡി പി ഈക്വൽ ടു ആണ് 0. ഇവിടെ ഡി പി എന്നൊരു ടേം ഇല്ല, വെറും പി മാത്രമേ ഉള്ളൂ, ഡി പി ഇല്ല. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഈ ഒരു ഇക്വേഷനിൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കൊടുത്തു. അപ്പൊ സി എന്നുള്ളത് സി പി എന്ന് എഴുതി, അതായത് കോൺസ്റ്റന്റ് പ്രഷർ ആണെന്ന് കാണിക്കാൻ. ഓക്കെ, ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കാണിക്കാനാണ് ഇവിടെ പി ഇട്ടത്. പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കാണിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഇട്ടത്. ഓക്കെ, വേറെ ഒന്നും അത് ചെയ്തിട്ടില്ല. പി കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഓക്കെ, സോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നുള്ള ഒരു ഇക്വേഷൻ അറിയാം അല്ലെ? യു പ്ലസ് പി വി, അതായത് ഡെൽറ്റ എച്ച് ഈക്വൽ ടു
ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ള ഇക്വേഷൻ തന്നെയാണ്. ആ ചേഞ്ച് ഒഴിവാക്കിയപ്പോ H is equal to U plus PV എന്നുള്ള ഇക്വേഷൻ അറിയാം. എല്ലാ ഇക്വേഷനും നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്നാലും പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ H equal to U plus PV എന്നറിയാം. ഇതിനെ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷറിൽ ഇങ്ങനെ ചെയ്താലോ, DH എന്ന് എഴുതാം. ഓക്കെ, DH ബൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് DT വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് DH ബൈ DT അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഈ ഇക്വേഷനെ. അപ്പൊ DH ബൈ DT അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു ഇവിടെ എന്ത് വരും, DU ബൈ DT അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വരും അല്ലെ, പ്ലസ് P എന്താണ്, കോൺസ്റ്റന്റ് ആണ് അല്ലെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല, മറ്റേ ഡിഫറൻഷിയേറ്റ് ചെയ്യും P ഇൻറ്റു DV ബൈ DT അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഇനി ഈ മുകളിലുള്ളത് രണ്ടും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈക്വൽ അല്ലേ, ഡോ യു ബൈ ഡോ ടി തന്നെയാണ് ഇവിടെ ഉള്ളത്, P ഇൻറ്റു DV ബൈ DT തന്നെയാണ് ഇവിടെ ഉള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ CP ഈക്വൽ ടു എന്തായിരിക്കും, DH ബൈ DT അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും അല്ലെ. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഫോമിൽ എഴുതിയാൽ എങ്ങനെ എഴുതാം, CP ഈക്വൽ ടു ഡോ H ബൈ ഡോ T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, ഹൈ ലെവലൊക്കെ നമ്മൾ MVC ക്കാണ് ശരിക്കും പഠിക്കുന്നത്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനും കൂടി എഴുതി വെക്കുക. നിങ്ങൾക്ക് ഡെറിവേഷൻ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, കാരണം അത് വന്ന വഴി എങ്ങനെയാണെന്ന് അറിയാണ്ട് പെട്ടെന്ന് ഞാനിപ്പോ CP ഈക്വൽ ഇതാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ലേ, അതുകൊണ്ട് മാത്രമാണ് വന്ന വഴി എന്ന് പറഞ്ഞു തന്നത്. ഇതിങ്ങനെ എഴുതി ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏതായാലും ഇല്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് എന്താണിത്, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് ഡോ യു ബൈ ഡോ ടി. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എവിടെ ഡോ എച്ച് ബൈ ഡോ ടി കണ്ടാലും അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഡോ യു ബൈ ഡോ ടി കണ്ടാലോ, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ അല്ലേ? അപ്പോ ഡെറിവേഷൻസ് മനസ്സിലായില്ലെങ്കിലോ പ്രശ്നമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ബോക്സിൽ എഴുതിയ കാര്യങ്ങൾ മാത്രം എഴുതിയെടുക്കുക. അഥവാ നിങ്ങൾക്ക് ഡെറിവേഷൻസ് മനസ്സിലായി ക്ലിയർ ആണ്, നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ബാക്കിയും കൂടി എഴുതിയെടുത്താൽ മതി. ജസ്റ്റ് റിവൈൻഡ് ചെയ്തിട്ട് ആദ്യത്തെ എഴുതിയിട്ട് പോസ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ നമ്മളിപ്പോ CP എന്താണ്, CV എന്താണെന്ന് പഠിച്ചു അല്ലെ. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയവും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പ് between CP and CV. CPയും CVയും തമ്മിലുള്ള റിലേഷൻഷിപ്പും കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോ അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താണ്, H ഈക്വൽ ടു U പ്ലസ് PV നമുക്കറിയാം അല്ലെ. ഡിറൈവ് എടുക്കാൻ പറ്റുമോ ഇന്ന് നമുക്ക് നോക്കാം. നമുക്കിതിനെ എന്ത് എഴുതാം, ആദ്യം PV നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. H ഈക്വൽ ടു U പ്ലസ് PV ഈക്വൽ ടു എന്താണ്, PV ഈക്വൽ ടു NRT. എല്ലാവർക്കും അറിയാം അല്ലെ, PV ഈക്വൽ ടു NRT. സോ ഫോർ 1 മോൾ ആണെങ്കിലോ, 1 മോളിന്റെ കേസിൽ N ഈക്വൽ ടു 1 ആണ്. അപ്പൊ PV ഈക്വൽ ടു എന്താണ്, RT ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. PV ഈക്വൽ ടു NRT. ഫോർ 1 മോളിന്റെ കേസിൽ PV ഈക്വൽ ടു RT ആണ്. അപ്പൊ ഈ PVന്റെ സ്ഥാനത്ത് നമുക്ക് RT എടുത്ത് കൊടുക്കാം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. അപ്പൊ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഡോ എച്ച് ബൈ ഡോ ടി ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി പ്ലസ് ആർ. ഈ ടി എന്ത് ചെയ്യും, ടി നമുക്ക് ഇങ്ങനെ DT ബൈ ഡോ ടി ബൈ ഡോ ടി എന്ന് എഴുതുമ്പോ എന്തായി മാറും, അത് 1 ആയിട്ട് മാറൂലേ. അപ്പൊ അത് പോവും. ഓക്കെ, ഡിഫറൻസിയേഷൻ എല്ലാവർക്കും അറിയില്ല. അപ്പൊ ഡോ ടി പോവും, ആ ടി അങ്ങ് പോവും. അപ്പൊ R മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡോ എച്ച് ബൈ ഡോ ടി എന്താണ്, CP ആണ്. ഡോ യു ബൈ ഡോ ടി എന്താണ്, CV ആണ് അല്ലെ, നമ്മളിപ്പോ പഠിച്ച കാര്യമല്ലേ. പ്ലസ് R. അപ്പൊ CP ഈക്വൽ ടു CV പ്ലസ് R എന്ന് കിട്ടി. ഒന്ന് ഇത്, പിന്നെ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് CP മൈനസ് CV ഈക്വൽ ടു എന്തായിരിക്കും, R ആയിരിക്കും. CP മൈനസ് CV ഈക്വൽ ടു R ആയിരിക്കും. ഇനി നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. CP ബൈ CV ഈക്വൽ ടു ഗാമ. ഈ ഗാമന്റെ പേരാണ് അഡിയബാറ്റിക് ഇൻഡെക്സ് എന്ന് പറയും. അഡിയബാറ്റിക് ഇൻഡെക്സ്.
ഈ ഗാമന്റെ പേരാണ് അഡിയബാറ്റിക് ഇൻഡെക്സ്. ഇത് എന്തിനാ പറഞ്ഞതെന്ന് അറിയോ? പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതൊന്നും പഠിക്കണ്ട, ഈ കോളേജിൽ എഴുതിയത് മാത്രം ജസ്റ്റ് ഒന്ന് ഈ 3 കാര്യങ്ങളൊന്ന് പഠിച്ചാൽ മതി. അതായത് സി പി, ഇത് ഇപ്പൊ ഏത് പഠിച്ചാലും മതി, ഇത് പഠിച്ചില്ലെങ്കിൽ ഇത് പഠിച്ചാലും മതി, രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പൊ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ഓക്കെ, അത് പഠിച്ചു വെക്കാം. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. സി പി ബൈ സി വി ഈക്വൽ ടു ഗാമ. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിയബാറ്റിക് ഇൻഡെക്സ്. ആർ എന്താണ്? ആർ ഗ്യാസ് കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. നമ്മളെ 8.314 ഇല്ലേ, അതാണ്. ഓക്കെ, അപ്പൊ എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി മൈനസ് സി വി എന്ന് പറയുന്നത് ആറാണ്, സി പി ബൈ സി വി എന്ന് പറയുന്നത് അഡിയബാറ്റിക് ഇൻഡെക്സ് ആണ്. ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, കാരണം നമുക്ക് എക്സാമിന് ആവശ്യമുള്ള കാര്യം മാത്രം പറയുന്നതാണ്. അപ്പൊ ഫോർ മോണോ ആറ്റോമിക് ഗ്യാസ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഫോർ മോണോ ആറ്റോമിക് ഗ്യാസ് സി പി ഈക്വൽ ടു 5/2 ആർ ആയിരിക്കും, സി വി ഈക്വൽ ടു 3/2 ആർ ആയിരിക്കും. മോണോ ആറ്റോമിക് ഗ്യാസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ സി പി 5/2 ആറും സി വി 3/2 ആറും ആയിരിക്കും. ഇത് എങ്ങനെ വന്നു എന്നുള്ളതില്ലേ, നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ തിയറി ഓഫ് ഗ്യാസസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിപ്പോ ജാമിന്റെ പോർഷനിൽ തന്നെ അതുണ്ട്. അത് വേറെ തന്നെ നിങ്ങൾക്ക് എടുത്തു തരും. ഈക്വിപാർട്ടീഷൻ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് റൊട്ടേഷൻ എനർജി, വൈബ്രേഷൻ എനർജി ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് വേറെ തന്നെയായിട്ട് നമുക്ക് എടുത്തു തരും. ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാ, മോണോ ആറ്റോമിക് ഗ്യാസിന്റെ കേസിൽ സി പി എന്ന് പറയുന്നത് 5/2 ആറും സി വി എന്ന് പറയുന്നത് 3/2 ആറും ആണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ സി പി ആണ് കൂടുതൽ, 5 പിന്നെ 3. ഇനി ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഫോർ ഡയാറ്റോമിക് ഗ്യാസ് ഇത് രണ്ടുമേ ക്വസ്റ്റ്യൻസിൽ വരുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് മാത്രം അറിഞ്ഞിരുന്നാൽ പോരെ. അന്നേരം ഈക്വിപാർട്ടീഷൻ എനർജി ഒന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. സി പി എന്താണ്, സി വി എന്താണ് പഠിച്ചു വെച്ചാൽ മതി. 7/2 ആറാണ് സി പി, സി വി എന്ന് പറയുന്നത് 5/2 ആറാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സി പി ആയിരിക്കും ഇപ്പോൾ കൂടുതൽ ഉണ്ടാവുക. ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ 7/2 ആണ്, മോണോആറ്റോമിക് ഗ്യാസിന്റെ കേസിൽ 5/2 ആണ്. സി വി എന്ന് പറയുന്നത് 3/2 ആണ്. ഇവിടെ ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ 5/2 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പഠിക്കാനുള്ളത് സി പി ബൈ സി വി എന്താണ്? ഗാമ. ഗാമന്റെ വാല്യൂ കൂടി ഒന്ന് പഠിച്ചു നോക്കണം. കാരണം ഫോർ മോണോ ആറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഗാമ എന്ന് പറയുന്നത് 1.66 ആണ്. ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഗാമ എന്ന് പറയുന്നത് 1.4 ആണ്. ട്രയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഗാമ എന്ന് പറയുന്നത് 1.3 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഇത് ഗാമ കണ്ടുപിടിക്കാം? ഈ സി പി ബൈ സി വി ചെയ്ത് നോക്കി മതി. അതായത് 5/2 ആർ ബൈ 3/2 ആർ ചെയ്യുമ്പോൾ നമുക്ക് 1.66 കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, 5/2 ബൈ 3/2 അതൊന്നും ചെയ്ത് നോക്കിയാൽ മതി, പ്രശ്നമില്ല. പിന്നെ ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ 1.4, ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.4 കിട്ടും. ട്രയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ 1.3. ഇതെന്തിനാ പറഞ്ഞിരുന്നെന്ന് അറിയോ? ഇതൊക്കെ ജസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുന്നതിന് കൂടുതൽ ഇതും കൂടി ഓർത്ത് വെച്ചാൽ മതി. എന്തിനാണെന്നറിയോ? ചിലപ്പോൾ അഡിയബാറ്റിക് ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തരും. ഇപ്പൊ അഡിയബാറ്റിക് ഇൻഡെക്സ് 1.66 ആണ് തരും. അപ്പൊ ആ ഗ്യാസ് ഏതായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ടൈപ്പ് ഗ്യാസ് ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് മോണോ ആറ്റോമിക് ഗ്യാസ് ആണ് എന്ന്. ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, ഓർത്ത് വെക്കുക. ഇത് എങ്ങനെ വന്നു വഴിയോ ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഇത്ര മാത്രം മതി. ഓക്കെ ഓക്കെ അപ്പൊ IIT 2018 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. The value of CV for 1 mole of nitrogen gas predicted from the principle of equipartition of energy ignoring vibrational contribution is dash joule per Kelvin. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തുവാണെന്ന് വിചാരിക്കും, നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പെട്ടെന്ന്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്, ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാല്യൂ ഓഫ് സി വിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതിന്റെ? നൈട്രജൻ ഗ്യാസിന്റെ. ഓക്കെ, നൈട്രജൻ ഗ്യാസിന്റെ സി വി, അതായത് സി വി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് അല്ലെ. അപ്പൊ നൈട്രജൻ ഗ്യാസിന്റെ സി വി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട്, പ്രെഡിക്റ്റഡ് ഫ്രം ദി പ്രിൻസിപ്പിൾ ഓഫ് ഈക്വിപാർട്ടീഷൻ എനർജി ഇഗ്നോറിംഗ് വൈബ്രേഷണൽ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3/2 ആറ് മോണോ അറ്റോമിക് ഗ്യാസ്, ഡയാറ്റോമിക് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഈക്വിപാർട്ടീഷൻ എനർജി വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കാനുണ്ടാവുമായിരിക്കും. അതായത് വൈബ്രേഷണൽ കോൺട്രിബ്യൂഷൻ
റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ ട്രാൻസ്ലേഷണൽ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ടാവും. അപ്പൊ അതിനകത്ത് നമുക്ക് അതൊന്നും അറിയാതെ തന്നെ ഈ ഒരു പ്രോബ്ലം ഇപ്പൊ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കതൊക്കെ അറിയാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റൂലേ? ഇപ്പൊ CV N2 എന്താണ്? മോണോ ആറ്റോമിക് ആണോ ഡയാറ്റോമിക് ആണോ? എന്താണ്? ഡയാറ്റോമിക് ആണ് അല്ലെ, 2 ആറ്റം ഉണ്ട്. അപ്പൊ ഡയാറ്റോമിക് ആണ് N2. ഇപ്പൊ ഡയാറ്റോമിക് ഗ്യാസിന്റെ CV എത്ര? നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞു ഡയാറ്റോമിക് ഗ്യാസിന്റെ CV എന്ന് പറയുന്നത് 5/2 R ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈസി അല്ലേ? 5/2 ആറിന്റെ വാല്യൂ എത്ര? 8.314 എന്ന് കിട്ടും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഏകദേശം 20 പോയിന്റ് സംതിങ് കിട്ടും. 20 പോയിന്റ് എത്രയോ ജൂൾ പെർ കെൽവിൻ കിട്ടും. അതാണ് എന്താ ഇതിന്റെ ഒരു ഡെസിമൽ കൂടി എഴുതണം. ഇതിന്റെ 20 പോയിന്റ് എത്രയെങ്കിലും കിട്ടും, 20.1 അങ്ങനെ എന്തെങ്കിലും കിട്ടും. അപ്പൊ ആ ഒരു വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സ്ഥലത്ത് എഴുതി കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ നമ്മൾ കിട്ടി? നമുക്കിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നമുക്കത് തെർമോഡൈനാമിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി അറിയാതെ തന്നെ ഈ തെർമോഡൈനാമിക്സ് പ്രോബ്ലം നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്തു? CV ഫോർ ഡയാറ്റോമിക് ഗ്യാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. CV ഫോർ ഡയാറ്റോമിക് ഗ്യാസ് എന്താണ്? 5/2 R ആണെന്ന്. അപ്പൊ ആറിന്റെ വാല്യൂ 8.314 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് ചെറിയ കാൽക്കുലേഷൻ അല്ലേ? എത്ര മാർക്ക് കിട്ടുന്നത്? ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമുക്ക് എത്ര ഈസി ആയിട്ടാണ് മാർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പൊ ഇത് IIT 2018 ചോദിച്ചത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് നമ്മള് ഒരു പ്രാക്ടീസിന് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ ചെയ്യാൻ മതി കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 1 mole of an ideal monoatomic gas is mixed with 1 mole of an ideal diatomic gas. The molar specific heat of mixture of constant volume is. അതായത് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അത് ആദ്യം മനസ്സിലാവണം. എന്താണ് ക്വസ്റ്റ്യൻ? 1 mole of an ideal monoatomic gas. ഒരു 1 mole മോണോ ആറ്റോമിക് ഗ്യാസും 1 mole ഡയാറ്റോമിക് ഗ്യാസും എന്ത് ചെയ്തിട്ടുണ്ട്? മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ? പിന്നെ എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനില്? ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് മിക്സ്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എന്തിൻ്റെതാണ്? ഈ മിക്സ്ചറിന്റെ. അതായത് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടല്ലേ ഇപ്പൊ ഉള്ളത്. എന്താണ്? മോണോ ആറ്റോമിക് ഗ്യാസും ഡയാറ്റോമിക് ഗ്യാസും മിക്സ് ചെയ്തിട്ടുള്ളത്. ആ മിക്സ്ചറിന്റെ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് തന്നെ ചോദിക്കണമെന്നില്ല. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് മിക്സ്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പെട്ടെന്ന് നമുക്ക് കത്തൂല, പക്ഷെ സംഭവം തന്നെയാണ് കേട്ടാ, ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്തു നോക്കാം. മോണോ ആറ്റോമിക് ഗ്യാസിന്റെ ഡയാറ്റോമിക് ഗ്യാസിന്റെ മിക്സ്ചർ ആണ്. അപ്പൊ ആദ്യം മോണോ ആറ്റോമിക് ഗ്യാസിന്റെ കേസില് CV എത്രയാണ്? ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ CV എത്രയാണ്? മോണോ ആറ്റോമിക് ഗ്യാസിന്റെ കേസിൽ CV എത്രയായിട്ട് വരും? 3/2 R അല്ലെ? ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ 5/2 R. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഒന്ന് നോക്കി നോക്ക്. A 3 കലോറി, B 4 കലോറി, C 8 കലോറി, D 5 കലോറി. കലോറിയിലാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ആറിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു, ആറിന്റെ വാല്യൂ നമുക്ക് പലതരത്തിൽ എഴുതാം. 8.314 എന്ന് എഴുതിയാൽ ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. R = 2 കലോറി പെർ കെൽവിൻ പെർ മോൾ ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ആറിന്റെ വാല്യൂ നമ്മളെങ്ങനെ ആറിന്റെ വാല്യൂ കലോറിയിൽ കണ്ടത് എന്തുകൊണ്ടാണ്? കലോറിയിലുള്ള വാല്യൂ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷനിൽ കലോറി തന്നുകൊണ്ടാണ്. അപ്പൊ ഓപ്ഷനും കൂടി എടുത്ത് നോക്കണം കേട്ടാ. അപ്പോ നമ്മളിപ്പോ 3/2 × 2 ഈ 2 എന്താണ്? ഈ ആറിന്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടി 3 കലോറി കിട്ടി. 3 കലോറി കിട്ടി. അപ്പൊ ഇവിടെ 5/2 R ഉണ്ട്. 5/2 × 2 = 5 കലോറി കിട്ടി. ഇതൊന്നും അത്ര പറയണ്ടല്ലോ. അപ്പൊ മോണോആറ്റോമിക്കിന്റെ CVയും ഡയാറ്റോമിക്കിന്റെ CVയും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? മിക്സ്ചറിന്റെ CV കാണണം. മിക്സ്ചറിന്റെ CV നമുക്ക് ഡയാറ്റോമിക്കിന്റെ CVനെ CV ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, CV ഡാഷ് എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോണോആറ്റോമിക്കിന്റെ CV പ്ലസ് ഡയാറ്റോമിക്കിന്റെ CV ഡാഷ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും എന്ത്? മിക്സ്ചറിന്റെ
CV എന്ന് പറയുന്നത് അല്ലെ. നമുക്കിപ്പോ രണ്ട് മിക്സർ ഉണ്ടെങ്കിൽ രണ്ടിന്റെ ആവറേജ് അല്ലേ നമുക്ക് കിട്ടുക. അപ്പം ഒന്നാമത്തതിന്റെ വാല്യൂ 3 ആണ്, രണ്ടാമത്തേന്റെ വാല്യൂ 5 ആണ്. ബൈ 2 ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് 8/2 വിച്ച് ഈസ് ഈക്വൽ ടു 4 കലോറി എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ നിങ്ങൾ ഇവിടെ വരുത്താൻ ചാൻസ് ഉള്ള ഒരു മിസ്റ്റേക്ക് എന്താ, നിങ്ങൾ ഇവിടെ വരെയൊക്കെ ചെയ്തിട്ട് 3 + 5 = 8 കലോറി എന്ന് എഴുതും. അത് ഓപ്ഷനിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, തെറ്റിക്കും. അപ്പൊ നിങ്ങൾ ബൈ 2 ഇടാൻ മറക്കരുത്. എന്തുകൊണ്ടാണ് ബൈ 2 ഇടുന്നത്, അത് മിക്സ്ചർ ആണ്. ഇതിന്റെ രണ്ടിന്റെ ആവറേജ് വാല്യൂ ആണ് നമുക്ക് മിക്സ്ചറിനകത്ത് കിട്ടുക അല്ലെ. അപ്പൊ രണ്ടും കൂടി കൂട്ടിയ വാല്യൂ അല്ല, രണ്ടും കൂടി കൂട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മിക്സ്ചറിന്റെ 4 കലോറി കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തോന്ന് വിചാരിക്കും, നമ്മൾ പഠിക്കാത്തയാണെന്ന് വിചാരിക്കും. പക്ഷെ സിമ്പിൾ ആണ് അല്ലേ. ഇത് ഇങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. തെർമോഡൈനാമിക്സ് കാണുമ്പോൾ ഉള്ള ഒരു ഡിഫിക്കൽട്ടി നമുക്ക് എന്തില്ല, ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാല്. ഓക്കെ. പിന്നെ ഈ യൂണിറ്റ് കൺവേർഷൻ അതൊക്കെയാണ് നമ്മളിപ്പോ ആറിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഓപ്ഷനിൽ കലോറി തന്നാൽ ആറിന്റെ വാല്യൂ കലോറിയിലുള്ള വാല്യൂ നമ്മൾ എടുത്തിരിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂ ഈ രണ്ട് വാല്യൂസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. റേഷ്യോ ഓഫ് CP ആൻഡ് CV ഓഫ് എ ഗ്യാസ് ഈസ് 1.4. എന്താണ് CP/CV, ഒരു ഗ്യാസിന്റെ CP/CV റേഷ്യോ എന്ന് പറയുന്നത് 1.4 ആണ് എന്ന് തന്നിട്ടുണ്ട്. The number of atoms of the gas X present in 11.2 liter of it at STP. 11.2 at STP. ഓക്കെ, നമുക്ക് മുന്നേ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ട് എഴുതുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 11.2 ലിറ്റർ വോളിയം ഉള്ള ആ ഒരു ഗ്യാസിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് തന്നിട്ടുമുണ്ട്. എത്രയാണ്, 6.02 × 10⁻23. ഓപ്ഷൻ ബി 1.2 × 10⁻24. ഞാൻ ഓപ്ഷൻസ് ഇവിടെ എഴുതാം. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ ഇവിടെ എഴുതാം. 6.02 ഓപ്ഷൻ എ എന്ന് പറയുന്നത് 6.02 × 10⁻23. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1.2 × 10⁻24. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 3.01 × 10⁻23. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2.01 × 10⁻23. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സാധാരണ അവഗാഡ്രോ നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നും തിരിയാത്ത അവസ്ഥയായിരിക്കും. കാരണം ഇത് അത്രയും സിമ്പിൾ ആണ്. ഇപ്പൊ CP/CVന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഒരു ഗ്യാസ് ആണ് എന്ന് പറഞ്ഞുള്ളൂ. ആ ഗ്യാസ് X ആണ്, അങ്ങനെ പറഞ്ഞേ. അത് ഏത് ഗ്യാസ് ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ CP/CV 1.4 ആണെങ്കിൽ അത് ഏത് ഗ്യാസ് ആയിരിക്കും നമുക്കറിയില്ലേ? നമുക്കറിയാം. CP/CV എന്ന് പറഞ്ഞാൽ എന്താ, അഡിയാബാറ്റിക് ഇൻഡെക്സ് ഗാമാന്റെ വാല്യൂ 1.4 നമ്മൾ തൊട്ട് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ഡയാറ്റോമിക് ഗ്യാസ് ആണ് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഊഹിക്കാനുണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഒരു ഡയാറ്റോമിക് ഗ്യാസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഒരു ഡയാറ്റോമിക് ഗ്യാസ് ആണ്. അപ്പൊ അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നാണ് ചോദ്യം വരുന്നത്. ഇപ്പൊ ഡയാറ്റോമിക് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ, ഏതെങ്കിലും ഒരു മോളിക്യൂൾ നമുക്ക് വിചാരിക്കാൻ മനസ്സിൽ ഡയാറ്റോമിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് തന്നിരിക്കുന്നത് STPയിലുള്ള നമ്പർ ഓഫ് വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നു. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്, വോളിയം ഇൻ ലിറ്റർ അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഈ ഇക്വേഷൻ അറിയാമായിരിക്കും. നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കാനുള്ള ഇക്വേഷൻ അല്ല. ഓക്കെ, നമ്മൾ മുന്നേ പഠിക്കുന്ന ഇക്വേഷൻ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, വോളിയം ഇൻ ലിറ്റർ ബൈ 22.4 ലിറ്റർ ആണ്. അപ്പൊ വോളിയം ഇൻ ലിറ്റർ ഇവിടെ എത്ര തന്നിട്ടുണ്ട്, 11.2 തന്നിട്ടുണ്ട്. ബൈ 22.4 ചെയ്ത് നോക്ക്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 11.2 ബൈ 22.4 ഈക്വൽ ടു ഹാഫ് മോൾ. ഹാഫ് മോൾ ഓഫ് എന്താണ്, ഹാഫ് മോൾ ഓഫ് മോളിക്യൂൾ ആണ് അല്ലെ. X എന്ന് പറയുന്ന ഒരു ഡയാറ്റോമിക് ഗ്യാസ് അല്ലെ. ആ X എന്ന് പറയുന്ന ഡയാറ്റോമിക് ഗ്യാസ്. ഇപ്പൊ X എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്കത് ഡയാറ്റോമിക് ആണെന്ന് മനസ്സിലായത് എങ്ങനെയാ, 1.4 കിട്ടിയപ്പോ. അപ്പൊ നമുക്കതിനെ X2 എന്ന് വിചാരിക്കാം. മനസ്സിൽ ഇങ്ങനെ X2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ X2 എന്ന് പറയുന്ന അതിനകത്ത് ഹാഫ് മോൾ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, നമ്പർ ഓഫ് ആറ്റംസ് എത്ര ഉണ്ട് എന്നാണ്. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോ ഹാഫ് മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മോൾ ആറ്റ് ആണ് അല്ലെ. 1 മോൾ ആറ്റ് ആണ് ഹാഫ് മോൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അറിയില്ലേ? അതൊക്കെ അറിയായിരിക്കും. അപ്പൊ 1 മോൾ ആറ്റം എത്രയുണ്ട്, ആ അവഗാഡ്രോ നമ്പർ ഉണ്ടാവും. 6.02 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, നമുക്ക് ഒന്നാമത് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് മോൾസ് കാണുന്ന ഇക്വേഷൻ
അതിപ്പോ തന്നിരിക്കുന്ന വോളിയത്തിനെ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഹാഫ് മോൾ മോളിക്യൂൾ, എത്ര മോളിക്യൂൾ ഉണ്ടെന്നാണ് കിട്ടേണ്ടത്. നമുക്കറിയാം ഡയാറ്റോമിക് ഗ്യാസ് ആണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് നമുക്ക് ആദ്യം ഇത് മനസ്സിലായത്? ഈ വാല്യൂ കിട്ടിയപ്പോൾ മനസ്സിലായി ഡയാറ്റോമിക് ആണ്. അപ്പൊ നമുക്ക് എക്സ് എന്നുള്ളതിന് x2 ആയിട്ട് മനസ്സിൽ വിചാരിക്കാം. അപ്പൊ x2 എന്ന് പറയുന്നത് ഹാഫ് x2 മോൾ ആണുള്ളത്. x2 എന്ന് പറയുന്നത് ഹാഫ് ആണ്, ഹാഫ് x2 ആണ്. ഹാഫ് x2 എന്ന് പറയുമ്പോൾ എത്ര ആറ്റം ഉണ്ടാവും? ഇപ്പോ 1 മോൾ ആയിരിക്കും, 1 മോൾ ആയിരിക്കും, 1 മോൾ ആറ്റം ഉണ്ടാവും. ഹാഫ് x2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഹാഫ് മോളിക്യൂൾ ആണെങ്കിൽ, ഹാഫ് മോൾ മോളിക്യൂൾ ആണെങ്കിൽ 1 മോൾ ആറ്റം ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഹാഫ് മോളിക്യൂൾ ആണ്, അതായത് 1 മോൾ ആറ്റം ആണ് അതിനകത്തുള്ളത്. ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിലാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ. ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത് ഹാഫ് മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ആറ്റം ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ 6.02 × 10⁻23 ആറ്റംസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് കിട്ടിയില്ല. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ആവരുത്. ഈ ഇപ്പൊ പോർഷൻ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഡയാറ്റോമിക് മോളിക്യൂൾ എടുക്കാം, ഡയാറ്റോമിക് 2 ആറ്റമുള്ള ഒരു മോളിക്യൂൾ എടുക്കാം. അപ്പൊ ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് ഹാഫ് മോൾ ആണുള്ളത്. അപ്പൊ ഇതിന്റെ നമ്പർ ആറ്റം എന്ന് പറയുന്നത് എത്ര മോൾ ആയിരിക്കും? ആറ്റം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ എത്ര മോൾ ആയിരിക്കും എന്ന് ചിന്തിക്കുക. എന്നിട്ട് അവരുടെ നമ്പർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാം. ഇതിനകത്ത് കൂടെ തന്നെ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് ഈസ് ഫൗണ്ട് ടു ബി 0.075 കലോറി പെർ ഗ്രാം പെർ കെൽവിൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. എന്താ തന്നിരിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം തന്നിട്ടുണ്ട്. അതായത് CV തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? CV തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? CV തന്നിട്ടുള്ളത് എഴുതി വെക്കാം നമുക്ക് ആദ്യം. CV എത്ര തന്നത്? CV = 0.075 കലോറി പെർ ഗ്രാം പെർ കെൽവിൻ തന്നിട്ടുണ്ട്. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് ഇറ്റ്സ് ഫോർമുല വെയിറ്റ് ഈസ് 40. ഫോർമുല വെയിറ്റ് 40 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഫോർമുല വെയിറ്റ് ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് ആയിട്ട് തോന്നും. പക്ഷെ ഇതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ചെയ്യുക. തെർമോഡൈനാമിക്സിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മോഡൽ വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. ഇതേ സെയിം മോഡലിലുള്ള ഇപ്പൊ ന്യൂമറിക്കൽസ് മാറ്റിയിട്ട് ഡാറ്റ മാറ്റിയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും വരിക. ഓക്കെ. അപ്പൊ തെർമോഡൈനാമിക്സിന്റെ കേസിൽ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി പ്രോബ്ലംസ്. അപ്പൊ അതന്നെയായിരിക്കും എക്സാമിന് വരാനുള്ളത്. കാരണം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഫോർമുല വെയിറ്റ് 40 തന്നിട്ടുണ്ട്. ഇപ്പൊ ദ atomicity ഓഫ് എ ഗ്യാസ് വുഡ് ബി ഓപ്ഷൻ A 1, ഓപ്ഷൻ B 2, ഓപ്ഷൻ C 3, ഓപ്ഷൻ D 4 ആണ്. അപ്പൊ CV തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആറ്റോമിസിറ്റി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആറ്റോമിസിറ്റി കാണണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. എന്താണ്? CV കലോറി പെർ ഗ്രാം പെർ കെൽവിനിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? 0.075 ഫോർമുല വെയിറ്റും തന്നിട്ടുണ്ട് 40. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കലോറി പെർ കെൽവിൻ പെർ മോൾ കിട്ടും. എത്ര വാല്യൂ കിട്ടും? ചെയ്ത് നോക്കുമ്പോ 3 കിട്ടും. 3 കലോറി പെർ കെൽവിൻ പെർ മോൾ ആണ് നമുക്ക് CV കിട്ടാന്. ഓക്കെ. CV കിട്ടും നമുക്ക് ഇപ്പൊ ഇത്രയും. അപ്പൊ CP - CV R ആണ് നമുക്ക് അറിയാം. ആറിന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ കലോറിയിൽ 2 കലോറി പെർ കെൽവിൻ പെർ മോൾ ആണ്. കലോറിയിലാണ് ആറിന്റെ വാല്യൂ ഇവിടെ എടുക്കേണ്ടത്. കാരണം കലോറിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ CPന്റെ വാല്യൂ നമുക്ക് അറിയില്ല. CP = എന്താണ്? CV + R ആണ് അല്ലെ? ഇത് റീഅറേഞ്ച് ചെയ്തു. CV എത്രയാണ്? 3 കലോറി പെർ കെൽവിൻ പെർ മോൾ പ്ലസ് R 2 കലോറി പെർ കെൽവിൻ പെർ മോൾ = 5 ആണ്. 5 കലോറി പെർ കെൽവിൻ പെർ മോൾ ആണ് എന്ത്? CP കിട്ടിയിരിക്കുന്നത്. അപ്പൊ CP കിട്ടി, CV കിട്ടി. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആറ്റോമിസിറ്റിയെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ CP/CV കാണാം. 5/3 കാണാം. 5/3 കാണുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1.66 കിട്ടും അല്ലെ? 1.66 കിട്ടുന്നത് ഏതായിരിക്കും? അതായത് ഗാമ 1.6 കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? മോണോ ആറ്റോമിക് ഗ്യാസ് ആയിരിക്കും. അപ്പൊ ആറ്റോമിസിറ്റി എന്താണ്? ആറ്റോമിസിറ്റി 1. ആറ്റോമിസിറ്റി 1 എങ്ങനെ കിട്ടി? അത് മോണോ ആറ്റോമിക് ആണ്. അതുകൊണ്ട് അപ്പൊ ഓപ്ഷൻ A ആണ് കറക്റ്റ്. എങ്ങനെ ഇത് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് എന്തുകൊണ്ട് ഇവിടെ ഫോർമുല വെയിറ്റ് തന്നു, അതുപോലെ ഇത് കലോറി പെർ ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അതിനെ മോളിലേക്ക് മാറ്റി? എന്തുകൊണ്ട് മാറ്റി? കാരണം നമുക്കിവിടെ 6 അത് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ 6ന്റെ വാല്യൂ എങ്ങനെയാ? കലോറി പെർ കെൽവിൻ പെർ മോളിലാണുള്ളത്.
പെർ മോളിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് പെർ മോളിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമുല വെയിറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോളിലേക്ക് മാറ്റിയത്. നെക്സ്റ്റ് സി പി ആർ എന്ന ഇക്വേഷൻ നമുക്കറിയാം. സി വി കിട്ടിക്കഴിഞ്ഞാൽ സി പി കാണാൻ പണിയില്ല അല്ലെ. അപ്പൊ സി പി കണ്ടുപിടിച്ചു. സി പി ബൈ സി വി എന്താണ് നമ്മൾ ചെയ്തു, 5/3 ചെയ്തപ്പോ 1.66 കിട്ടി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗാമ 1.66 കിട്ടിയാൽ അത് എന്താണ്, മോണോആറ്റോമിക് ഗ്യാസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആറ്റോമിസിറ്റി 1 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ IIT 2009 ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി എന്ന ആ ഒരു പോർഷൻ അപ്പൊ അവിടെ തീരും. പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ആണ്. ഞാൻ ഇപ്പൊ വായിക്കാം വന്നിരിക്കുന്ന ചോദ്യം. ഇൻ എ കോൺസ്റ്റന്റ് വോളിയം കലോറിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വോളിയം കലോറിമീറ്ററിൽ 3.5 gram ഓഫ് എ ഗ്യാസ്, അതായത് ഒരു ഗ്യാസ് ഗിവൺ വെയിറ്റ് എത്രയാണ്, 3.5 gram ഓഫ് എ ഗ്യാസ് വിത്ത് മോളിക്കുലാർ വെയിറ്റ് 28. അതിന്റെ മോളിക്കുലാർ വെയിറ്റ് 28 gram ആണ്. അതായത് ഒരു ഗ്യാസ് 3.5 gram ആണ് ഗിവൺ വെയിറ്റ് എന്ന് പറയുന്നത് 3.5ഉം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 28 gram ആണ്. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. വാസ് ബേൺഡ് ഇൻ എക്സസ് ഓക്സിജൻ അറ്റ് 298 Kelvin. 298 Kelvinല് ബേൺ ചെയ്തു. ഓക്കെ, the temperature of the calorimeter was found to increase from 298 to 298.45 Kelvin. അതായത് 298 Kelvin നിന്ന് 298.45 Kelvinലേക്ക് ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂ ടു ദി കമ്പഷൻ പ്രോസസ്. കമ്പഷൻ ആണല്ലോ ഇപ്പൊ നടന്നത്. ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ കമ്പഷൻ പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ഗിവൺ ദാറ്റ് ദി ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കലോറിമീറ്റർ ഈസ്, കലോറിമീറ്ററിന്റെ ഹീറ്റ് കപ്പാസിറ്റി അതായത് സി 2.5 കിലോ ജൂൾ പെർ കെൽവിൻ, കിലോ ജൂളിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സി എന്ന് പറയുന്നത് കിലോ ജൂളിൽ തന്നു, ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ന്യൂമറിക്കൽ വാല്യൂ ഫോർ എൻതാൽപി ഓഫ് കമ്പഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ കിലോ ജൂൾ പെർ മോൾ ഈസ്, എൻതാൽപി ഇൻ കിലോ ജൂൾ പെർ മോൾ ആണ് ചോദ്യം. കിലോ ജൂൾ പെർ മോളിലാണ് ചോദ്യം. സിയും കിലോ ജൂളിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വാല്യൂ തന്നിട്ടുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ച ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു കാര്യം പറയാനുള്ളത്, ക്വസ്റ്റ്യനകത്ത് കലോറിമീറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ കലോറിമീറ്റർ, ഇപ്പൊ കലോറിമീറ്റർ എന്ന് ക്വസ്റ്റ്യനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വേറെ തന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ΔH ഓവർ ΔU ഏതെങ്കിലും ആയിക്കോട്ടെ, ΔH ΔU ഏതെങ്കിലും കാണാനായിക്കോട്ടെ, സെയിം ആണ് ഇക്വേഷൻ. ΔHനായാലും ΔUക്കായാലും നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ΔT ഇൻറ്റു ക്യാപിറ്റൽ M ബൈ സ്മോൾ m ആണ്. മാറിപ്പോകുന്നത് ക്യാപിറ്റൽ M ബൈ സ്മോൾ m ആണ്. C ഇൻറ്റു ΔT ഇൻറ്റു ക്യാപിറ്റൽ M ബൈ സ്മോൾ m. ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഇത് കലോറിമീറ്റർ എന്ന് കണ്ടാൽ മാത്രം എടുക്കാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ, വേറെ ഒന്നും എടുക്കരുത്. കലോറിമീറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇത് ഏതെങ്കിലും സൈഡിൽ എഴുതി വെക്കുക, ഫോർ കലോറിമീറ്റർ എന്ന്. ക്വസ്റ്റ്യൻ ആയിട്ട് കലോറിമീറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ΔHO ΔUO ചിലപ്പോ ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ΔH ആണ്. ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ΔU ആയിരിക്കും. രണ്ടിനും ഒരേ ഇക്വേഷൻ ആണ്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ΔH ഈക്വൽ ടു എത്രയാണ്, 2.5 കിലോ ജൂൾ ആണ് സി. ΔT എത്രയാണ്, ΔT 298.45 മൈനസ് 298 കെൽവിൻ ഇൻറ്റു ക്യാപിറ്റൽ M എത്രയാ, 28. ഗിവൺ മാസ് എത്രയാ, 3.5. നിങ്ങൾ ചെയ്ത് നോക്ക്, കാൽക്കുലേഷൻ ചെയ്ത് നോക്ക്. ഒരു 9 അപ്രോക്സിമേറ്റ് 9 കിലോ ജൂൾ നമുക്ക് കിട്ടും. ഓക്കെ, 9 കിലോ ജൂൾ കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 9 കിലോ ജൂൾ ആണ്. 9 കിലോ ജൂൾ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. നമുക്ക് ഇവിടെ യൂണിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം കിലോ ജൂളിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് വേഗം മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ 9 കിലോ ജൂളിന്റെ അടുത്ത് കിട്ടും നമുക്ക് ആൻസർ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്, ഈ കലോറിമീറ്ററിന്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ മാറിപ്പോകരുത്. ഇപ്പൊ ക്യാപിറ്റൽ M ബൈ സ്മോൾ m ആണ്. തിരിഞ്ഞു പോകാൻ പാടില്ല, അപ്പൊ ഉത്തരം കിട്ടും. അപ്പൊ ΔH ഓർ ΔU ഈക്വൽ ടു C ഇൻറ്റു ΔT ഇൻറ്റു ക്യാപിറ്റൽ M ബൈ സ്മോൾ m ആണ് കലോറിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ വലിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യാണ്ടിരിക്കും. പക്ഷെ ഇത്ര സിമ്പിളാ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ എന്താ ഡയറക്റ്റ് കാൽക്കുലേഷൻ ചെയ്താൽ പോലെ. ഓക്കെ അല്ലേ, അപ്പൊ ഇത് പ്രീവിയസ് ഇയറിൽ 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. സോ ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. കാരണം
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്, കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ ചോദിച്ചിട്ടില്ല 2009 ശേഷം. അപ്പൊ നമുക്കിത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിക്കുക. ക്യാപിറ്റൽ M ആണ് മുകളിൽ എന്നുള്ളത് എങ്ങനെയെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ച് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു. ഹീറ്റ് കപ്പാസിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി പോർഷൻസ്, എൻട്രോപ്പി, കിർച്ചോഫ് ഇക്വേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് ഇന്നും കവർ ചെയ്യാനുണ്ട് അത്ര. അപ്പൊ ഇതുവരെ എടുത്ത പ്രോബ്ലംസ് എല്ലാവരും ചെയ്ത് നോക്കുക. സെയിം പ്രോബ്ലംസ് തന്നെ ചോദിക്കും. ഓക്കെ, സെയിം പ്രോബ്ലംസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡാറ്റ മാറ്റിയിട്ട്, ഓക്കെ, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാറ്റിയിട്ട് തന്നെയാണ് പ്രോബ്ലംസ് ചോദിക്കുന്നത്. അപ്പൊ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒന്നും പോലും വിടാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്, ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.